നമസ്കാരം. നമ്മുടെ പശ്ചാത്തലം അറിയാമല്ലോ. ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ ഇന്ത്യ വളരെ ചുരുങ്ങിയ ആളുകളിൽ കൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഇന്ത്യയിലും നേപ്പാളിലും. നാം ഇപ്പോഴത്തെ ഒരു വർത്തമാനകാല പശ്ചാത്തലത്തിൻ്റെ ഒരു ആവശ്യകത എന്നുള്ള രൂപത്തിൽ കോളേജുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കോ ലിറ്ററസി എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രബോധന പരിപാടിയുടെ ഒരു പ്രസന്റേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇക്കോളജിക്കൽ ലിറ്ററസി എന്നാണ് ഈ പരിപാടിക്ക് പേരിട്ടുള്ളത്. ഇതൊരു സോഷ്യൽ അഡ്വക്കസി ഫോർ സസ്റ്റൈനബിലിറ്റി റവല്യൂഷനാണ്, സുസ്ഥിരതയിലേക്കുള്ളൊരു റവല്യൂഷൻ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്നാമത് പീക്ക് ഓയിൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ കൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞു. പീക്ക് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ കാർബൺ ബേസ്ഡ് എക്കോണമി, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന എക്കോണമി എന്ന് പറയുന്നത് കാർബൺ ബേസ്ഡ് ആണ്, ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് ആണ്. ഫോസിൽ ഫ്യൂവലിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്, അതായത് പബ്ലിക്കിന് റീച്ചബിൾ ആയിട്ടുള്ള ഫോസിൽ ഫ്യൂവലിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്ന സംഭവം അതിൻ്റെ പീക്കിലെത്തിക്കഴിഞ്ഞു. നമ്മൾ ആ ഉപഭോഗം എന്ന് പറയുന്ന സംഭവം പീക്കിലെത്തി. വീണ്ടും റിക്വയർമെന്റ് വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു, ഡിമാൻഡ് വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം അവൈലബിലിറ്റി വളരെ കുറഞ്ഞു. അതുകൊണ്ട് ഗ്രാഫ് നേരെ താഴത്തേക്കാണ്. 15 വർഷങ്ങൾക്കുള്ളിൽ ഈ സംഭവത്തിൽ ഒരു തീരുമാനമാവും. കാർബൺ ബേസ്ഡ് ഇക്കോണമിക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ വളരെ ഇക്കോണമി എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു കൂപ്പ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതവും ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങും. കാരണം പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഇവിടെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും കാർബൺ ബേസ്ഡ് ഇക്കോണമിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥ മുന്നോട്ട് പോകുന്നത് ഇനി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷെ നമ്മളൊരു 200-250 കൊല്ലം കൊണ്ട് കടന്നുപോയ വഴികൾ ഇനി ഒരിക്കലും തിരിച്ചങ്ങോട്ടേക്ക് ഒരാൾക്കും എവിടേക്കാണ് ചെല്ലേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ ചെന്ന് മാറിയത്. അതുകൊണ്ട് തന്നെ 15 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എങ്ങനെ ജീവിക്കും, നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് ആളുകളെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുമ്പോഴും ഇത് പൂർണ്ണമായിട്ടും നടപ്പിലാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന വളരെ ലോലമായിട്ടുള്ള ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത് നടപ്പിലാക്കിയിൽ ഉണ്ടാകാൻ പോകുന്ന വളരെ വലിയ ഇമ്പാക്റ്റുകൾ അതൊക്കെ മുന്നിലെത്തിയിട്ട് പോലും നമ്മളത് പാടില്ല എന്ന് പറയുന്ന ആളുകളാണ്. കാരണം മനുഷ്യന്റെ കാര്യം കഴിഞ്ഞിട്ടല്ല മറ്റു ജീവികളുടെ കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. മനുഷ്യനാണ് ഇല്ലാണ്ടാവാൻ പോകുന്നത്, മറ്റു ജീവികളല്ല. അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, മനുഷ്യനാണ് ഇല്ലാണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായ ഒരു പരിസ്ഥിതി സാക്ഷരത, പ്രകൃതി സാക്ഷരത നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതി സാക്ഷരത എന്നുള്ള പേരിൽ നമ്മൾ പറയുമ്പോൾ മരം ചെടി കൊടി എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ സാറിന് പറഞ്ഞു പോവുക. ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം സെന്റർ ഫോർ ഡീപ്പ് ഇക്കോളജിയാണ്. ഡീപ്പ് ഇക്കോളജിയിൽ ഗാഠപരിസ്ഥിതി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഗാഠപരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പരിസ്ഥിതിയുടെ പല തലങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ അകം പരിസ്ഥിതി ഉണ്ട്, മൂക്കിന്റെ പുറകിലുള്ള പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രാഥമിക ആവശ്യം എന്ന് പറയുക സാധാരണ രീതിയിൽ, ഞങ്ങൾ പറയാറ് പ്രാഥമിക ആവശ്യം എന്നുള്ള രീതിയിൽ. ശരീരം, മനസ്സ്, ജീവൻ, ഇവ ചേർന്നിട്ടുള്ള ഒരവസ്ഥയാണ്. ഇത് സുരക്ഷിതമായും സുസ്ഥിരമായും ഇരിക്കുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളത്. പിന്നെ ഇതിന് നിലനിൽക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് രണ്ടാമത്തെ ആവശ്യം. ദ്വിതീയ ആവശ്യം എന്ന് പറയുന്നത് ഇത് നിലനിൽക്കാനുള്ള പശ്ചാത്തലമാണ്. അതിനെയാണ് നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയാം. ആ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്നത് എന്തൊക്കെയാണ്? ലാൻഡ്, എയർ, വാട്ടർ, ടെമ്പറേച്ചർ, ഇതൊക്കെയാണ്. നമ്മളത് വളരെ ഈസി ആയിട്ട് ഓർക്കാൻ ഒരു ഇത് പറയാം. മറ്റേ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ദ്രവ്യത്തിന്റെ 5 അവസ്ഥയിൽ, ഈ 5 അവസ്ഥയിലായിട്ട് കണക്കാക്കിയാൽ മതി. ഇതിന് അടുത്ത മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുമ്പോൾ, നിലനിൽക്കുന്ന ഒരു ജീവിക്ക് ജീവസന്ധാരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. ജീവസന്ധാരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് വെളിയിൽ നിന്ന് പലതും എടുക്കുകയും വെളിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആ വെളിയിൽ നിന്ന് എടുക്കുകയും കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഭക്ഷണം, പിന്നെ അതുപോലെ തന്നെ ജീവസന്ധാരണം നടത്തി മുന്നോട്ട് കൊണ്ടുവരണം. ഇപ്പൊ മനുഷ്യന്റെ കാര്യത്തിലേക്ക് എടുത്താൽ മറ്റേ വസ്ത്രം, പാർപ്പിടം, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഉപകരണങ്ങൾ, ഇൻഡസ്ട്രി, ഉൽപാദനം പോലുള്ള കാര്യങ്ങൾ, മറ്റേ കൃഷി, ഇതിനെയൊക്കെ ബേസ് ചെയ്യുന്ന പണം, ഇതിനെല്ലാം നിലനിർത്തി കൊണ്ടുവന്ന് ഇതൊന്നും അല്ലാത്ത വേറൊന്നാണ് ബയോഡൈവേഴ്സിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നത്. അതിനെയാണ് നമ്മൾ പ്രൈമറി നീഡായിട്ട് നമ്മുടെ സാധാരണ സമൂഹം കണക്കാക്കുന്നത്. നമ്മളതിന്റെ ഇൻഡെപ്ത് സ്റ്റഡീസിൽ നമ്മൾ പോകുന്ന സമയത്ത്, ഡീപ്പ് ഇക്കോളജിക്കലായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും അതല്ല. ഇത് മൂന്നാമത്തെ ആവശ്യമാണ്. നാലാമത്തെ ആവശ്യം എന്താ പറയുക? കൃത്യമായിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റം,
ആ കൃത്യമായ സോഷ്യൽ സിസ്റ്റം നമുക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളത് പത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കൃത്യമായിട്ടുള്ള സോഷ്യൽ സിസ്റ്റം തന്നെയാണോ നമുക്ക് നിലവിലുള്ളത് എന്നുള്ളത്. ഭരണകൂടത്തിലാണെങ്കിലും ശരി, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ശരി, കാർഷിക രംഗത്താണെങ്കിലും ഇൻഡസ്ട്രിയൽ രംഗത്തും എല്ലാ രംഗത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിൽക്കുന്ന അവസ്ഥ. ഈ 4 പരിസ്ഥിതികളും, ആന്തരിക പരിസ്ഥിതി, ബാഹ്യ പരിസ്ഥിതി, സാമ്പത്തിക പരിസ്ഥിതി, സാമൂഹ്യ പരിസ്ഥിതി, ഈ 4 പരിസ്ഥിതികളും സംരക്ഷിക്കപ്പെടണമെങ്കിൽ അഞ്ചാമത്തെ ഒരു പരിസ്ഥിതിയുടെ ഒരു ഏരിയ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഭാവ പരിസ്ഥിതി. പ്രഭാവ പരിസ്ഥിതി എന്ന് വെച്ചാൽ ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രകൃതി നിയമങ്ങളുടേതായിട്ടുള്ള ഒരു പരിസ്ഥിതിയാണ് പ്രഭാവ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ പ്രകൃതി നിയമങ്ങളെ നമ്മൾ പലതരത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ചിലർ പ്രകൃതി നിയമങ്ങളെ പുസ്തകങ്ങളിൽ വായിച്ച് മനസ്സിലാക്കുന്നു, ചിലർ മതപരമായിട്ടുള്ള ചിന്തകളിലൂടെ മനസ്സിലാക്കുന്നു, ചിലർ പാരമ്പര്യമായിട്ട് സാംസ്കാരികമായിട്ട് നമുക്ക് പകർന്നു കിട്ടിയ പാരമ്പര്യ അറിവുകളിലൂടെ മനസ്സിലാക്കുന്നു. വ്യത്യസ്ത തരത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇവയ്ക്ക് ഒരു ഏകീഭാവം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഓരോരുത്തരും ഈ ശാസ്ത്രീയമായി ഇവയൊന്നും എന്താണെന്ന് വ്യക്തമാക്കാത്ത ഒരു കാലത്ത് ഇതിനെയൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നിലവിലുള്ള മതങ്ങളെ എടുത്തു കഴിഞ്ഞാൽ മതങ്ങളെല്ലാം തന്നെ അത് ഉണ്ടാക്കിയത് എന്തിനാണോ അതിൽ നിന്ന്, അതിന്റെ അന്തസത്തയിൽ നിന്ന് വളരെ ദൂരെ മാറിപ്പോയിട്ടുമുണ്ട്. ജോൺസിയുടെ ഈയിടെ ഉണ്ടായിരുന്ന ഈയിടെയല്ല, ജോൺസി മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ഒരു ലേഖനം ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു, കണ്ടിരുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ക്രിസ്തു പറഞ്ഞതല്ല ക്രിസ്ത്യാനി ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തു മതം ഉപേക്ഷിക്കുകയാണ്. അപ്പൊ മതം എന്നുള്ള സംഭവം പലപ്പോഴും മതത്തിന്റെ അന്തസത്ത എന്തോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന വെച്ചാൽ മതത്തെ അംഗീകരിക്കുകയോ മതത്തെ നിഷേധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഫോക്ലോറിനെ അംഗീകരിക്കുകയോ ഫോക്ലോറിനെ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് ശാസ്ത്രീയമായിട്ട് സാധനം എന്താ, നമ്മളത് മനസ്സിലാക്കുക. ശാസ്ത്രീയമായിട്ട് ഇതിന്റെ ഷേപ്പ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടിയൊരു പഠനം നടക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നുള്ളത് ബോധ്യമില്ലാത്തതാണ്. നാളെ സസ്റ്റൈനബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു മാറ്റത്തിന് തയ്യാറാവണം. ഈ മാറ്റത്തിന് തയ്യാറാവുന്നത് നിങ്ങളൊക്കെയാണ് മാറേണ്ടത്, ഞാനല്ല എന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം നമുക്കുണ്ട്. അവിടെ ഇതിനകത്ത് നമ്മുടെ റോൾ എന്ത് എന്നുള്ളത് മനസ്സിലാക്കലാണ് നമ്മൾ ഈ പഠന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അപ്പോൾ അതിൽ പ്രത്യേകം മിനു ആദ്യമായിട്ട് ക്ലാസ്സിലിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തുറന്ന ഇന്ററാക്ഷനിൽ കൂടെ തന്നെ അങ്ങ് പോവാം. ഓക്കെ, ഇത് ഫോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ദയവ് ചെയ്ത് ചിരിക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ എന്നല്ല, നമ്മളെപ്പോഴും എവിടെ ചെല്ലുമ്പോഴും നമ്മൾ ഇരിക്കുക. സീരിയസ് ആകേണ്ട കാര്യമില്ല, ഒന്നിലും സീരിയസ് ആകേണ്ട കാര്യമില്ല, ചിരിക്കുക. നമ്മളൊരു ചിരി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വഴി കൂടെ പോകുന്ന സമയത്ത് ഒരാളെ നോക്കി ചിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളെ നോക്കി ചിരിക്കും. ഈ ചിരിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊടുത്താൽ അത് തിരിച്ചു കിട്ടുന്നുള്ളതാണ്. നമ്മൾ ചിരിയിലാണ് തുടങ്ങുന്നത്, ചിരിയിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണോ പ്രകൃതിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പ്രകൃതിക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, അത് നമ്മളിലേക്ക് പ്രകൃതി തിരിച്ചു തരും. വളരെ ഒരു പഴയൊരു ചൊല്ലുണ്ടല്ലോ, മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. ഒരിക്കലും ഗോഡ് ഡിസ്പോസ് ചെയ്യില്ല. മാൻ എന്ത് പ്രപ്പോസ് ചെയ്യുന്നോ അവന്റെ മനസ്സിൽ ഇത് എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യുന്നത് ആ സംഭവം മാത്രമാണ് ഗോഡ് തിരിച്ചു തരിക. അപ്പം ദൈവം എന്നുള്ളത് മനുഷ്യന്റെ ഇച്ഛ എന്തോ അതിനനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുക. മനുഷ്യൻ ആഗ്രഹിക്കുന്നതോ അതിനനുസരിച്ചാണ്. ആഗ്രഹിക്കാൻ അറിയണമെന്ന് മാത്രം. ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കയറാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിരിക്കുക. എപ്പോഴും ചിരിക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവുമെന്ന് പറയുന്നു. ആരോഗ്യത്തെ നമ്മൾ പ്രദാനം ചെയ്യുന്നു, തിരിച്ചാരോഗ്യത്തെ സ്വീകരിക്കുന്നു. ഈ ഒരു ആരോഗ്യം നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ടാകട്ടെ. ഈ വിഷയം ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നിയേക്കാം. ഞാൻ പറയുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ പുതിയതായിട്ട് തോന്നിയേക്കാം, ഒരുപക്ഷെ വളരെ വലുതായിട്ടും തോന്നിയേക്കാം. പക്ഷെ നമുക്ക് ലോകത്ത് തീരെ അറിയാത്തൊരു കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും അറിയാത്ത കാര്യം എന്താ? ഇപ്പോൾ PSC പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള സർവ്വ ചണ്ടിഭണ്ഡാരങ്ങളെ കുറിച്ചും അതിനകത്ത് പഠിപ്പിക്കും അല്ലെ. ഒരു കാര്യം മാത്രമാണ് PSC പരീക്ഷ എഴുതിയിട്ടുള്ള ഒരാൾക്ക് അറിയാത്തത്, അയാളെ കുറിച്ചാണ്. ഞാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അത് വലുതാണ് അല്ലെങ്കിൽ പുതിയതാണ് എന്ന രീതിയിലല്ല കാണേണ്ടത്. നമ്മളെക്കുറിച്ചാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ അജ്ഞരായി ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും കൊല്ലം നമ്മൾ അജ്ഞരായി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മളെക്കുറിച്ചാണ് അറിയാൻ ശ്രമിക്കേണ്ടത്. ഈ സെഷന് 2 ഭാഗങ്ങളാണല്ലോ. ഒന്ന് സബ്ജക്ട് പ്രസന്റേഷൻ, ഞാൻ വിഷയം ഒന്ന് പ്രസന്റ് ചെയ്യും. അതിനുശേഷം ഇന്ററാക്റ്റീവ് സെഷനാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം.
പിന്നെ സംശയങ്ങൾ കുറിച്ചിടുക. ഓക്കെ, ഇന്ററാക്റ്റീവ് സെഷന്റെ സമയത്ത് സംശയങ്ങൾ ചോദിക്കുക ഡീറ്റെയിൽഡ് ആയിട്ട്. പിന്നെ ഈ കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടല്ലോ, മൗലികമായ അടിസ്ഥാനപരമായ സംശയങ്ങൾ, അവയും ചോദിക്കാം, അവയും ചോദിച്ചു വെക്കാം. ഓക്കെ, 2-3 കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത്. പ്രീ അസംഷൻസ് ഉണ്ടല്ലോ, മുൻവിധികൾ. പിന്നെ മുൻവിധികൾ മുഴുവനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ഓപ്പൺ മൈൻഡ് കൊണ്ട് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചുള്ള പഠനം തുടങ്ങാം. മുൻവിധി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അങ്ങോട്ട് കയറില്ല. റൈറ്റ്. സോ ഈ ടൈറ്റിലും ശ്രദ്ധിക്കുക, ഇക്കോ ലോജിക്കൽ ലിറ്ററസി പ്രോഗ്രാം. ഇക്കോളജി എന്ന് പറയുന്നത് ഇക്കോ എന്ന് വെച്ചാൽ പ്രകൃതിയെ, പരിസ്ഥിതിയെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, ഇന്റലക്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കീറിമുറിക്കലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്റലക്ട് ഉപയോഗിച്ച ഒരു സാധനത്തെ, ബുദ്ധി ഉപയോഗിച്ച ഒരു കാര്യത്തെ സമീപിച്ചാൽ ആ കാര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നറിയാലോ. അതുകൊണ്ടാണ് ഇക്കോളജിക്കൽ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സിലബസിൽ നിന്നും ഈ സ്പെക്ട്രത്തിൽ നിന്നും നമ്മൾ വെളിയിൽ ഇറങ്ങുക തന്നെ വേണം. അങ്ങനെ വെളിയിൽ ഇറങ്ങുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും. റൈറ്റ്. അപ്പോൾ ഇവിടെ പ്രസന്റേഷനിൽ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? എവിടെയാണ് ജീവിക്കുന്നത്? ഭൂമിയിൽ ജീവിക്കുന്നു. ഓക്കെ, ഓൺ എർത്താണോ ഇൻ എർത്താണോ? ഭൂമിക്ക് മുകളിലാണോ ഭൂമിക്ക് അകത്താണോ? എവിടെ? പറഞ്ഞോ, ഓൺ എർത്താണ്. ശരി, ആയിക്കോട്ടെ. ഭൂമിയുടെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ചിത്രം നോക്കാം. കാണുന്നുണ്ടല്ലോ അവിടെ അല്ലേ? ഓക്കെ, ഭൂമിക്ക് അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ, ഇത്രയുണ്ട് ഭൂമിക്ക് അകത്തല്ലേ? ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജിയോഗ്രഫിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാലോ, മോളിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഏതാണ്ട് 30,000 കിലോമീറ്റർ ദൂരം വരെ നമ്മുടെ മുകളിലും ഭൂമി പരന്നു കിടക്കുകയാണ്. മഴ പെയ്യുന്ന എവിടുന്ന? മേഘങ്ങളിൽ നിന്ന് അല്ലേ? മേഘങ്ങളിൽ നിന്നും ആണ്, എന്നുവെച്ചാൽ മുകളിൽ നിന്നാണ് മഴ വരുന്നത്. നമുക്കുള്ള പല കാര്യങ്ങളും പലതും നമുക്ക് കിട്ടുന്നത് മുകളിൽ നിന്നാണ്, പലതിന്റെ ഫിൽറ്ററിങ് നടക്കുന്നത് മുകളിലാണ് അല്ലെ? അങ്ങനെ നമ്മുടെ മുകളിൽ ഇത്രയേറെ ലെയറുകളുണ്ട്. നമ്മുടെ ഭൂമിക്ക് അകത്ത് വളരെ കുറച്ച് ലെയറുകളേ ഉള്ളൂ, മുകളിൽ ഇത്രയേറെ ലെയറുകളുണ്ട്. ഇതിന്റെ ഇടയിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂമിക്ക് അകത്താണ് ജീവിക്കുന്നത് നമ്മളൊരു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മുകളിലും ഭൂമി ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല, നമുക്ക് മുകളിലും ഭൂമി ഉണ്ട് എന്നുള്ളതാണ്. ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നു, ഞാൻ ഭൂമിക്ക് അധീശനാണെന്ന് പറയുന്ന ആ ഒരു കൊളോണിയൽ വീക്ഷണത്തിൽ നിന്നും മാറിക്കൊണ്ടാണ് ഡീപ്പ് ഇക്കോളജി ഇതിനെ കാണുന്നത്. അപ്പം ഭൂമി സിസ്റ്റമിക് വ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ 20 വർഷമായിട്ടാണ് ആകെ ഈ ജീവൻ എന്ത് എന്ന് നമ്മുടെ ശാസ്ത്രത്തിന് മനസ്സിലായി തുടങ്ങിയത്. അതൊരിക്കലും ജീവശാസ്ത്രമല്ല ജീവൻ എന്തെന്ന് വിശദീകരിച്ചു കൊടുത്തത്. പിന്നെ അറിയാം, ഫിസിക്സ് ആണ്. ഫിസിക്സിനാണ് ജീവൻ എന്തെന്ന് വിശദീകരിക്കാൻ പറ്റില്ല. ജീവശാസ്ത്രത്തിന് ഇനിയും പറ്റിയിട്ടില്ല ജീവൻ എന്താണെന്ന് വിശദീകരിക്കാൻ. കാരണം ഇപ്പം നമുക്ക് നമ്മുടെ ഇവിടെ വരുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ആളുകളോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബയോളജിയുടെ ബ്രാഞ്ചിലുള്ള ഏത് കാര്യം പഠിപ്പിക്കുന്നവരോട് നമ്മൾ ചോദിച്ചാൽ, ജീവൻ എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് ആർക്കും ഉത്തരം അറിയില്ല. പിന്നെ അവരിവിടെ വരുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ട്, കാര്യം അവർക്ക് ഇവിടെ നിന്ന് ഉള്ള കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ട്. ഓക്കെ, ക്വാണ്ടം ഫീൽഡ് തിയറി അനുസരിച്ച് ഒരിക്കലും ഒരു വസ്തുവും അതിന്റെ വിഷ്വൽ ബൗണ്ടറിയിലല്ല നിലനിൽക്കുന്നത്. എന്റെ ശരീരത്തിന്റെ പരിധി എന്ന് പറയുന്നത് ഈ തൊലിപ്പുറത്തുള്ള ഒരു പരിധി ഉണ്ടല്ലോ, ഈ ഒരു വിഷ്വൽ ബൗണ്ടറിയിലല്ല നിൽക്കുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ചിത്രം നോക്കുക, അതിന് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് ആ വസ്തു നിൽക്കുന്നതെങ്കിൽ അതിന്റെ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത് ഇതിന്റെ ചുറ്റും കവർ ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രഭാവ വലയം അതിന് ചുറ്റുമുണ്ട്. ഉദാഹരണത്തിന് 1 ഗ്രാം സ്വർണത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ശ്രീലങ്ക എന്നുള്ള രാജ്യത്തോളം വരും, ശ്രീലങ്കയോളം വലിപ്പം ഉണ്ടാവും. അപ്പൊ എന്റെ വലിപ്പം ഭൂമിയേക്കാളും വലുതാണ്, പ്രദീപിന്റെ വലിപ്പം ഭൂമിയേക്കാളും വലുതാണ്, ഹസീനയുടെ വലിപ്പം ഭൂമിയേക്കാളും വലുതാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ
ഇത്രയും വലിയ വലുപ്പമുള്ള രണ്ട് വസ്തുക്കൾ എങ്ങനെയാണ് ഇത്ര അടുത്തിരിക്കുന്നത്? ഞാനും ഹസീനും ഇത്ര അടുത്താണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര അടുത്തിരിക്കാൻ പറ്റുന്നത്? ഈ ഫീൽഡുകൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഫീൽഡുകൾ ഓവർലാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഫീൽഡുകളുടെ ഒരു ഏകതാന സമ്മേളനത്തിലാണ് ഭൂമിയുടെ അകത്ത് നാം ജീവിച്ചു പോകുന്നത്. ഭൂമിയുടെ അകത്ത്, അത് കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ നമ്മളിന് വേറൊരു രീതിയിൽ കണക്കാക്കാം. ഭൂമിയാകുന്ന ഒരു വലിയ കൂടിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൂടില്ലേ, കിളിക്കൂട് അല്ലെ? അതുപോലെ ഭൂമിയാകുന്ന വലിയൊരു കൂട്ടിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൂട്ടിനകത്ത് ജീവിക്കുമ്പോൾ ശരിക്കും കൂടുന്നുള്ള സൈസ്, ഇപ്പൊ നമ്മൾ ഈ വീടിനകത്ത് ജീവിക്കുന്നു, വീടിന്റെ മുകളിലല്ല, വീടിനകത്താണ് ജീവിക്കുന്നത്. നമ്മൾ വീടിന്റെ ഉപരിതലത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് മുകളിൽ സ്ഥലങ്ങളുണ്ട് അല്ലെ? അതുപോലെ കൂടിന്റെ മുകളിലത്തെ സ്ഥലങ്ങളുണ്ട്. കൂട്ടിനകത്താണ് നാം ജീവിക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കി ഭൂമിക്ക് അകത്താണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി. മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിക്കുള്ള വ്യത്യാസം എന്താ? ഭൂമിയിലാണ് ജീവനുള്ളത്. അപ്പോ ഭൂമിയിൽ ജീവനുണ്ടെന്ന് മനസ്സിലായി അല്ലെ? നമുക്കറിയാം ഭൂമിയിൽ ജീവനുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ഭൂമിക്ക് ജീവനുണ്ടോ? ഭൂമിയിൽ ജീവനുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഭൂമിക്ക് ജീവനുണ്ടോ? ജീവൻ നിലനിൽക്കുന്നത് കൊണ്ട് ഭൂമിക്ക് ജീവനുണ്ടെന്ന് പറയാം. റൈറ്റ്, ഓക്കെ. അതൊരു നല്ല വളരെ തുറവിയുള്ള ഒരു വീക്ഷണം അല്ലെ? ജീവൻ നിലനിൽക്കുന്ന ഭൂമിക്കും ജീവനുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മളിപ്പോ ആ ഭൂമിയെ കുറച്ചുകൂടെ ഭൂമിയെയും ജീവനെ കുറിച്ചും നമുക്കൊന്ന് ഡീപ്പായിട്ടൊന്ന് നോക്കാം, കുറച്ചുകൂടെ ആഴത്തിലൊന്ന് നോക്കാം. എന്താണ് ജീവന്റെ ലക്ഷണങ്ങൾ ഇൻ ജനറൽ? എന്തൊക്കെയാ ജീവനുള്ള വസ്തുക്കളുടെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാ? ചലനം ഉണ്ടായിരിക്കും, ശ്വസിക്കും, പ്രതികരിക്കും, ചലിക്കും, വളരും, തിന്നും. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ ജീവൻ എന്ന് പറയുന്ന സംഭവം എന്താ? യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ചെറിയ വിശദീകരണം തരാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മൾ ഇപ്പോൾ പലപ്പോഴും ഈ ബയോളജി സ്റ്റുഡൻസ് ജീവനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എല്ലാത്തിലുമുള്ള ജീവന്റെ അടിസ്ഥാന കോശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ DNA, RNA, ലിപ്പിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളെ കൂടി ചേർന്നിട്ടാണ് ജൈവ വസ്തുക്കൾ ഉണ്ടാവുക. അപ്പോൾ ഇവയുള്ളവയാണ് ജീവനുള്ള വസ്തു എന്ന് നമ്മൾ പറയുന്നത്. ഒരു മരിച്ച ജീവി എടുക്കുക, ജസ്റ്റ് മരിച്ചു, ജീവനില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു ജീവി എടുക്കുക, അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും ഉണ്ടല്ലോ ഇതൊക്കെ. DNA ഉണ്ടാവില്ലേ, RNA ഉണ്ടാവില്ലേ, ലിപ്പിഡ് ഉണ്ടാവില്ലേ, ലിംഫ് ഉണ്ടാവില്ലേ? അപ്പോൾ അതാണോ ജീവന്റെ സാന്നിധ്യം? അല്ലെ ജീവൻ എന്ന് പറയുന്ന സംഭവം അതാണോ? ഇവിടെ പ്രസൻസ് ആണോ ജീവൻ എന്ന് പറയുന്നത്? മറ്റെന്തോ ഉണ്ട്. അത് വിശദീകരിക്കുന്നിടത്താണ് ബയോളജി ഇടിച്ചു നിൽക്കുന്നത്. അത് വിശദീകരിക്കുന്നിടത്തുനിന്നാണ് ജീവനെ കുറിച്ച് വിശദീകരിക്കാൻ ക്വാണ്ടം ബയോളജിക്ക് കഴിയുന്നത്. ക്വാണ്ടം ബയോളജി അല്ല, ഫിസിക്സ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഓർഗൻസ്, ടിഷ്യൂ, സെൽസ്, DNA, RNA, ലിപ്പിഡ്സ്, പ്രോട്ടോപ്ലാസം, അങ്ങനെയുള്ളത്. ഇപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞു DNA, RNA ഇതുപോലുള്ള ഘടകഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ജീവനുള്ള വസ്തു ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഘടകഭാഗങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു സംവിധാനമാകും. ഉദാഹരണത്തിന് ഒരു ബൈക്ക് എടുക്കുക. ബൈക്കിന്റെ ഘടകഭാഗങ്ങളെല്ലാം തന്നെ ഒരു ബൈക്കിന് എന്തൊക്കെ വേണോ ഇവയെല്ലാം നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഒരിടത്ത് കൊണ്ട് കിട്ടും. അതിനെ ബൈക്ക് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റും? ബൈക്കല്ലത്, ബൈക്കിന്റെ പാർട്സ് ആണ്. അത് ബൈക്ക് ആകണമെങ്കിൽ അതിനെ നമ്മളൊരു സവിശേഷമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യണം അല്ലെ?
അതിനെ ക്ലബ് ചെയ്യണം, അസംബിൾ ചെയ്യണം, വേണമല്ലോ ആ ഓർഗനൈസേഷൻ നടന്നത്. അപ്പൊ അതൊരു സ്പെസിഫിക് പാറ്റേണിൽ നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യണം. അങ്ങനെ എലമെന്റുകളെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു പ്രവർത്തന സജ്ജമായ ഒരു സംവിധാനം അല്ലെങ്കിൽ വ്യവസ്ഥയായി മാറും. ഘടകഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞ് അവയെ ഒരു സവിശേഷമായ രീതിയിൽ ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ, സവിശേഷമായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു വ്യവസ്ഥയായി മാറും. അപ്പോൾ ആ വാക്ക് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വ്യവസ്ഥ, സിസ്റ്റം. ഓക്കെ. അപ്പോൾ എലമെന്റുകളൊക്കെ കൊടുത്തത് വെച്ചാൽ ഇപ്പോൾ 10 ഉപകരണങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു വ്യവസ്ഥയാവില്ല. അവ ഒരു സവിശേഷ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടണം, ഓർഗനൈസേഷൻ ഉണ്ടാവണം. ഓക്കെ. അത്തരത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ജീവൻ എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് ചെല്ലാം. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഒരു വ്യവസ്ഥ എന്നുള്ളത്? ഒരു ഓർഗാനിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. എന്നുവെച്ചാൽ ഒരു ജീവൻ ഉള്ള ശരീരം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്, ഒരു വ്യവസ്ഥയാണ്. ഓക്കെ. ശരീരവും ബൈക്കും വ്യവസ്ഥകളാണ്. നമ്മുടെ ശരീരവും ഒരു ബൈക്ക്, വാഹനം എന്ന് പറയുന്ന ആ സംഭവം വ്യവസ്ഥകളാണ്. ഈ ഒരു പ്രത്യേക പാറ്റേണിൽ ഇവയെല്ലാം സജ്ജീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എലമെന്റുകളെല്ലാം ഒരു പ്രത്യേക പാറ്റേണിൽ ക്ലബ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ശരീരത്തിലും അതെ. ശരീരത്തിലെ ഘടകഭാഗങ്ങൾ സെപ്പറേറ്റ് ആയി വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള ശരീരം എന്ന് പറയാൻ കഴിയില്ല. ഒരു സവിശേഷമായിട്ടുള്ളൊരു പാറ്റേണിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് ഈ അസംബിൾ ചെയ്യുന്ന പ്രക്രിയക്ക് നമ്മൾ വിളിക്കുന്ന പേര്. ഓർഗനൈസ് ചെയ്യുക, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറ്റേ വ്യത്യസ്ത ടൈപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ ബൈക്കിൽ ഉണ്ടാവുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഓർഗനൈസേഷനാണ്, യാന്ത്രിക ഓർഗനൈസേഷൻ. യന്ത്രം എന്ന് വെച്ചാൽ അതിനൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ ആ പാറ്റേൺ അനുസരിച്ച് ക്ലബ് ചെയ്യാൻ വെളിയിലുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. അത് സ്വയം ചെയ്യുന്നതല്ല. അതിന് മെക്കാനിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയും. വെളിയിൽ നിന്നുള്ള സ്വാധീനം കൊണ്ട് ചെയ്യുന്നത്, വെളിയിലുള്ള ഒരു ബുദ്ധി, വെളിയിലുള്ള ഒരു ശ്രമം കൊണ്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓർഗനൈസേഷൻ ഇൻഡ്യൂസിബിൾ ഓർഗനൈസേഷൻ ആണ്. അതിന് ഉദാഹരണത്തിന് ഈ പുഴയിലെ കല്ലുകളില്ലേ, പുഴയിലെ ഒഴുകുന്ന കല്ലുകൾ, ഈ കല്ലുകളുടെ കാര്യം എടുക്കുക. പുഴയിൽ ഒഴുകുന്ന കല്ലുകൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം ഒഴുകുന്നു. വെള്ളം ഒരിക്കലും കല്ലിനെ ഉരുട്ടണം എന്ന് വിചാരിക്കുന്നില്ല. വെള്ളം ഒഴുകുന്ന സമയത്ത് കല്ലും റോളാവുന്നു, അവസാനം അത് ഉരുണ്ടു വരുന്നു എന്നുള്ളതാണ്. അതിനാണ് ഇൻഡ്യൂസിബിൾ ഓർഗനൈസേഷൻ എന്ന് പറയുക. പ്രേരിത സംഘാടനം എന്ന് പറയുന്നത്, പ്രേരിത സംഘാടനം. മൂന്നാമത്തെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, സെൽഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ജീപ്പ് വളരെ പെട്ടെന്ന് ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ കുറെ എണ്ണം ചത്തുപോകും, അല്ലെ? അത്ര സ്പീഡിലല്ല വരുന്നത്, കുറച്ച് മെല്ലെയാണ് വരുന്നത് എങ്കിൽ ആൾക്കൂട്ടം പതുക്കെ ഒന്ന് വഴിമാറി കൊടുക്കുകയും ജീപ്പ് പോകുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് വഴി കൂടുകയും ഈ ആളുകൾ കൂടുകയും അപ്പുറത്ത് ഇങ്ങനെ തുറന്നു വരികയും ചെയ്യും. ഇത് ആ കൂട്ടം ആളുകൾ പരസ്പരം മനസ്സിലാക്കി ചെയ്യുന്നതാണ്. ഈ സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയാണല്ലോ. ഒരു കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ്. ആ കൂട്ടം ഇത് ചെയ്യുന്നതാണ്, തനിയെ ചെയ്യുന്നതാണ്. അതിൽ ഓരോ വ്യക്തികളും മനസ്സിലാക്കി അവ തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ പുറത്ത് അതിനകത്ത് കുറേയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. അതുവഴി സംഭവിക്കുന്നതാണ്. അതൊരു സെൽഫ് ഓർഗനൈസേഷൻ എന്ന് പറയാം. ഓക്കെ. ഇപ്പോ മെക്കാനിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഇൻഡ്യൂസിബിൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, സെൽഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന 3 തരം ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. സ്വയം സംഘടിത വ്യവസ്ഥയാണ് ജീവൻ എന്ന് പറയുന്നത്. ഓക്കെ. വ്യവസ്ഥ മനസ്സിലായല്ലോ? ജീവനും വ്യവസ്ഥയും തമ്മിൽ കണക്ട് ചെയ്തത് മനസ്സിലായല്ലോ? വ്യവസ്ഥകൾ ഉണ്ടാകുന്നത് അതിന് പ്രത്യേക രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുമ്പോഴാണ്. അതിൽ പലതരം ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൽ സ്വയം സംഘാടന വ്യവസ്ഥയാണ് ജീവൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ജീവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് മെയിൻ്റനൻസ് ആണ്, സ്വയം പരിചരണം എന്ന് പറയുന്ന അവസ്ഥ. സ്വയം പരിചരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്വയം പരിചരിക്കുക, മനസ്സിലായി? അതായത് വേണ്ടുന്ന കേടായിട്ടുള്ള സാധനങ്ങളെ റിപ്പയർ ചെയ്തിടുക, ശുദ്ധീകരിക്കുക, നിരന്തരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. കാരണം
ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വ്യവസ്ഥയ്ക്കും മാലിന്യങ്ങൾ ഉണ്ടാവാം, കേടുപാടുകൾ ഉണ്ടാവാം. അവയെ റിപ്പയർ ചെയ്യുക, ശുദ്ധീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സെൽഫ് ഓർഗനൈസേഷൻ. അതിന്റെ മെറ്റാബോളിസം, കൺസംഷൻ, എലിമിനേഷൻ, ബ്രീത്തിങ്, ഇതെല്ലാം അതിനകത്ത് വരും. സെൽഫ് മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് വരും. അടുത്താണ് സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. രോഗങ്ങൾ ഉണ്ടാകുന്നത് ശരീരത്തിന്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്ന മാലിന്യങ്ങളോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം സ്റ്റേറ്റോ വന്നു കഴിയുമ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഇപ്പൊ നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു, നമ്മുടെ ഉള്ളിൽ ഒരു ഹോർമോൺ സെക്രീഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മുടെ നേരെ എന്തെങ്കിലും പാഞ്ഞു വരണം, ഉടനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു, റിഫ്ലെക്സ് വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം സെൽഫ് പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്. അടുത്തതോ ഈ ആൻസിസ്ട്രൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മൾ ഇന്നലെ നമ്മുടെ പിതാക്കന്മാരുണ്ട്, നമുക്ക് മക്കളുണ്ടാവുന്നു, ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ. എപ്പോഴും ഞാൻ എൻ്റെ മരണത്തിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ഒരു കോപ്പിയെ സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട്, വ്യവസ്ഥയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് മരിക്കുക. എൻ്റെ ശരീരത്തിലെ കോശം അതിൻ്റെ ഒരു കോപ്പിയെ സൃഷ്ടിച്ച് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ കോശം മരിച്ചിട്ടും എൻ്റെ ശരീരം മരിക്കാതിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യവസ്ഥ സൂക്ഷിക്കുക. എപ്പോഴും ഒരു കോപ്പിയെ ബാക്കിയാക്കിയിട്ട് നമ്മൾ മരിക്കുന്ന രീതി. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ. വിത്തുകള്, മുട്ടകള്, അതുപോലെ ഈ മക്കള്, ഇതെല്ലാം വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞു, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആക്ട് ഓഫ് അസംബ്ലിംഗ് എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോ സെൽഫ് മെയിൻ്റനൻസ്, സെൽഫ് പ്രൊട്ടക്ഷൻ, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളും കൂടെ ചേർന്ന് കൊണ്ടുള്ള അസംബ്ലിംഗ്, സെൽഫ് ഓർഗനൈസേഷൻ നടക്കുമ്പോഴാണ് ജീവൻ എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നത്. ഈ ജീവനുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത്, അല്ലെ ജീവൻ എന്നുള്ള ജീവശരീരം എന്ന് പറയുന്നത് എന്താണ്? അതൊരു വ്യവസ്ഥയാണ്. ഒരു സ്വയം സംഘടിത വ്യവസ്ഥയാണ്. ഈ സ്വയം സംഘടിത വ്യവസ്ഥകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് പ്രകൃതിയിൽ ചില പ്രത്യേക പാറ്റേണുകളിലാണ് വർക്ക് ചെയ്യുക. അതിൽ ഒന്നാമത്തെ പാറ്റേൺ ഫ്ലോ പാറ്റേൺ എന്ന് പറയുന്നത്. ഫ്ലോ പാറ്റേണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ട്രാൻസാക്ഷൻസ് നടത്തിക്കൊടുക്കും. വെളിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കും, വെളിയിലേക്ക് ഇത് കൊടുക്കും. ചുറ്റുപാടിൽ നിന്നും അതിന് വേണ്ടത് എന്തെങ്കിലും എടുക്കും, അത് വെളിയിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതിനെ ട്രാൻസാക്ഷൻ എന്നാണ് പറയാം. ഈ ട്രാൻസാക്ഷനിന്റെ ഇപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നു, ഇപ്പൊ ഭക്ഷണം എടുക്കുന്നു, അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നു, നമ്മൾ ശ്വാസം വെളിയിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ യൂറിൻ വെളിയിലേക്ക് കളയുന്നു. ഈ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, വെളിയിൽ നിന്ന് എടുക്കുകയും വെളിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ട്രാൻസാക്ഷൻ എവിടെയെങ്കിലും ബ്ലോക്ക് ആയാൽ അത് ആദ്യം ശരീരത്തിന്റെ അമിതമായ വളർച്ചയിലേക്കോ അമിതമായ പ്രവർത്തനങ്ങളിലേക്കോ അത് കൊണ്ടുചെന്നെത്തിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻട്രോപ്പിയാണ്. എൻട്രോപ്പി എന്ന് വെച്ചാൽ മരണാത്മകമായിട്ടുള്ള കാലുഷ്യം, വിഘടിതമാകുന്ന ശരീരം വിഘടിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഫ്ലോകളെ നമ്മൾ ഒരിക്കലും ബ്ലോക്ക് ചെയ്യരുത്. നമ്മൾ പലപ്പോഴും ബ്ലോക്ക് ചെയ്യാറാണ് പതിവ്. ആവശ്യമില്ലാതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യും, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാറില്ല. അത് ഏതിലാണെങ്കിൽ ഏത് ജൈവ സംവിധാനമാണ് ശരി, ശരീരത്തിലേക്ക് ഭക്ഷണം എടുക്കുന്ന കാര്യം മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ നമ്മൾ സമൂഹത്തിൽ നിന്നും പലതും എടുക്കുകയും സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും വേണം. നമ്മുടെ ആളുകളുടെ ഒരു ധാരണ എന്താണ്, പ്രത്യേകിച്ചും ഇപ്പൊ ഇവിടെ വരുന്നവരുടെ അല്ല പറയുന്നത്, ഈ ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താ, ടീച്ചേഴ്സിന്റെയും ഇങ്ങനെയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താ? ജോലി ചെയ്യുക, ശമ്പളം വാങ്ങിക്കുക, സ്വത്ത് സംഭരിക്കുക. അത് വേറെ ഒരാൾക്കും ഒന്നും കൊടുക്കില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഇവർക്ക് ആ സാധനം ഉപകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ബ്ലോക്ക് ഉണ്ടാവും. പലരും ശ്രദ്ധിച്ചിട്ടില്ലേ, 50-55 വയസ്സ് വരെയും ഇവർ സമ്പാദിച്ചെങ്കിൽ കൂട്ടിക്കഴിഞ്ഞിട്ട് ഇതിന്റെ നല്ലൊരു തുക കൊണ്ട് ഒരു ആശുപത്രിയിലേക്ക് കൊടുക്കും. അപ്പൊ ഇത് ജൈവമായിട്ടുള്ള ഏത് സംവിധാനത്തിനും ഈ ഫ്ലോ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അടുത്തത് ജൈവ സംവിധാനങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ സ്വയം സംഘടിത വ്യവസ്ഥകളെല്ലാം തന്നെ നെറ്റ്വർക്കിന് ഒരു പാറ്റേണിൽ കൂടെയാണ് പോവുക. ഇവയെല്ലാമായിട്ടും നെറ്റ്വർക്കിലായിരിക്കും. എന്ന് വെച്ചാൽ ഞാനൊരു വ്യവസ്ഥയാണ്, എൻ്റെ മണ്ഡലം വളരെ വലുതാണ്. ഹസീന ഒരു വ്യവസ്ഥയാണ്, ഹസീനയുടെ മണ്ഡലം വലുതാണ്. ഞാൻ ഹസീനയുടെയും സൻഫിയുടെയും സൗരജിന്റെയും പ്രദീപിന്റെയും ബിനുവിന്റെയും മണ്ഡലങ്ങളിലാണ് ഇരിക്കുന്നത്. ഞാൻ അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ പരസ്പരം ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു നെറ്റ്വർക്കിലാണ് നാം നിലനിന്നു പോകുന്നത്. എല്ലാ ജൈവ വ്യവസ്ഥകളും മറ്റ് വ്യവസ്ഥകളുടെ ഫീൽഡിലാണ് ജീവിക്കുന്നത്, അവിടെയാണ് നിലകൊള്ളുന്നത്. അതിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നിലനിൽക്കാമെന്നൊരു ധാരണ, വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ തന്നെ ഈ അകാലത്ത് തീർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും.
എപ്പോഴും നമ്മൾ മറ്റു വ്യവസ്ഥകളുടെ ഭാഗമായി നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥയെ നമ്മൾ ബാധിപ്പിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബാധിച്ചാൽ ഉറപ്പാണ് മറ്റു വ്യവസ്ഥകളെല്ലാം ബാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് പൊട്ടാൻഷ്യൽ ഒരു ഭാഗത്ത് കുത്തിയിരിക്കട്ടെ, നമ്മുടെ ടോട്ടൽ സിസ്റ്റവും കൊളാപ്സ് ആവും അല്ലെ. നാക്കിലേക്ക് ഒരു വിഷം ചെന്ന് കഴിഞ്ഞാൽ ടോട്ടൽ സിസ്റ്റം കൊളാപ്സ് ആവും. അതുപോലെയാണ് ഇവിടെയുള്ള എല്ലാ സിസ്റ്റവും. ഈ പ്രപഞ്ചത്തില് ഒരു വസ്തുവിനും ഒരു വ്യവസ്ഥയ്ക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല, സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പില്ല ഒന്നിനും. അപ്പോ നെറ്റ്വർക്കിന്റെ പാറ്റേണിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ലോകത്ത് എല്ലാം നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്, ഒന്നിനും സ്വതന്ത്രമായ അസ്തിത്വമില്ല എന്നുള്ളത്. ഓക്കെ, അടുത്തത് സൈക്കിൾസിന്റെ ഒരു പാറ്റേൺ. സൈക്കിൾസ് എന്ന് പറയുന്നത് എന്താ? ചാക്രികമായിട്ട് പോകുന്നു. എല്ലാം ഇവിടെ എല്ലാ കാര്യങ്ങളും ചാക്രികമായിട്ടാണ് പോകുന്നത്. ദിനരാത്രങ്ങൾ ചാക്രികമാണ്. ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഒരിക്കൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഇനി ഭക്ഷണം വേണ്ട നമ്മൾ പറയാറില്ല. ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് മറ്റേ വെളിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ എല്ലാം ചാക്രികമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തില് മറ്റേ ഇവിടെ ഒരാളുണ്ടാവുന്നു, അയാളുടെ ജനിച്ച് ഒരു മരണം വരെ ഉള്ളൊരു അവസ്ഥ കഴിയുന്നു. അപ്പോഴേക്കും അയാളുടെ കുഞ്ഞുങ്ങൾ ലോകത്തെ ഏറ്റെടുക്കാനായിട്ടുണ്ടാവും. അങ്ങനെ ചാക്രികമായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ചക്രം എന്ന് പറയുന്നത് ഇങ്ങനെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു, നമ്മൾ മറ്റേ വെളിയിലേക്ക് ഇറങ്ങി, നമ്മൾ നമ്മുടെ ജോലികൾക്കൊക്കെ പോയി, തിരിച്ച് അതേപോലെ വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തി, അവസാനം ബെഡിലേക്ക് എത്തുന്നു. അപ്പോൾ തുടങ്ങിയിടത്ത് തന്നെ എത്തി എന്ന് നമുക്ക് പറയാം. പക്ഷെ തുടങ്ങിയിടത്താണോ എത്തുക? ഇന്നലെ എഴുന്നേറ്റ ബെഡിലല്ല ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ബെഡ് അത് തന്നെ ആയിരിക്കാം, പക്ഷെ ഇന്നലത്തെ സമയമല്ല. അപ്പൊ ഒരു ചക്രം ഇങ്ങനെയാണ് നമ്മൾ തിരിഞ്ഞു പോയത്, ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയുള്ള ചാക്രിക ക്രമത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സൈക്കിൾസ് ഉണ്ട് നമുക്ക് ചുറ്റും. എപ്പോഴും ഇൻക്രീസ്, ആദ്യം ഒരു തുടക്കം, ഒരു കൂടല്, അത് കഴിഞ്ഞിട്ട് ഒരു പീക്കിലേക്ക് എത്തും, അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരിക, ഇത് ഉണ്ടാവും. നമ്മളിപ്പോ റിസപ്ഷൻ, അബ്സോർപ്ഷൻ, എലിമിനേഷൻ എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചാക്രികമായിട്ടാണ് മുന്നോട്ട് പോകാന്നുള്ളത് ഞാൻ പറഞ്ഞത്. അടുത്തത് നെസ്റ്റഡ് പാറ്റേൺ. ഞാൻ പറഞ്ഞു മുമ്പേ, ഭൂമി ഒരു കൂടായിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ആ കൂടിന്റെ ഒരു അവസ്ഥയെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ എന്നുള്ളൊരു വ്യവസ്ഥയാണ് അല്ലെ, ഞാൻ എന്നുള്ളൊരു വ്യവസ്ഥയാണ്. എന്റെ അകത്ത് അവയവങ്ങളുണ്ട്. ഞാൻ എന്നുള്ള കൂടിനകത്ത് ഇതൊരു കോൺസെപ്റ്റൽ ആയിട്ടുള്ള കൂടായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. വ്യവസ്ഥയുടെ കാര്യത്തിൽ നമ്മൾ താഴത്തേക്ക് പോകും തോറും കോൺസെപ്റ്റൽ ആയിട്ടുള്ള കൂട്ടായിട്ടാണ് കണക്കാക്കേണ്ടത്. ഞാനെന്നൊരു വ്യവസ്ഥയാണ്. ഞാനെന്നുള്ള വ്യവസ്ഥ അല്ലെ, ഞാനെന്നുള്ള കൂട്, അതിനകത്ത് ഒരു കുറെ കുഞ്ഞു കുഞ്ഞു കൂടുകളുണ്ട്. അതാണ് ഓർഗൻസ്, അവയവങ്ങൾ എന്ന് പറയുന്നത്. അവയവങ്ങൾക്കകത്ത് പോയാലോ സെൽസ് ഉണ്ട് അല്ലെ, സെല്ലുകൾക്കകത്ത് പോയാലോ ടിഷ്യൂസ് ഉണ്ട്. തിരിച്ചാണ്, അവയവങ്ങൾക്കകത്ത് ടിഷ്യൂസ് ഉണ്ട്, ടിഷ്യൂസിനകത്ത് സെൽസ് ഉണ്ട്, അവയ്ക്കകത്ത് DNA, RNA ഒക്കെ ഉണ്ട്. അവയ്ക്കകത്ത് പ്രോട്ടോപ്ലാസം കൊണ്ടാണ് ഇവയെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവയെ പിന്നെയും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ട്സ്, അതായത് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഒക്കെ ഉണ്ടല്ലോ, ഇത്തരം കോമ്പൗണ്ടുകളിലേക്ക് പോകും. കോമ്പൗണ്ടുകളെ നമ്മൾ പിന്നെയും വിഭജിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പോയി കഴിഞ്ഞാൽ എലമെന്റ്സിലേക്ക് പോകും, മൂലകങ്ങൾ അവിടേക്ക് പോകും. അവയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റത്തിലേക്ക് പോകും അല്ലെ, മോളിക്യൂൾ എന്നുള്ള അവസ്ഥയിൽ നിന്നും ആറ്റത്തിലേക്ക് പോകുന്നു. ആറ്റത്തിനെ വിഭജിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്വാക്കുകളിലേക്ക് പോകും. ക്വാക്ക് കേട്ടിട്ടുണ്ടോ? ക്വാക്ക് ദ്രവ്യത്തിന്റെ ഏറ്റവും ചെറിയ അവസ്ഥയാണ് ക്വാക്ക്. അത് 2 തരമുണ്ട്. ക്വാക്കുകളിൽ തന്നെ നമ്മൾ 7 തരമുണ്ട്. അതിൽ ഡോട്ടം ക്വാക്കും ടോപ്പ് ക്വാക്കാണ് ഏറ്റവും ചെറുത്. ഇവയുടെ ഫോർമേഷനിൽ നിന്നാണ് മറ്റേ ബോസോണുകളും ഫെർമിയോണുകളും ഉണ്ടാകുന്നത്. ഫെർമിയോണുകൾ സാന്ദ്രീകരിച്ചിട്ടാണ് ദ്രവ്യം ഉണ്ടാകുന്നത്. ബോസോണുകൾ സാന്ദ്രീകരിച്ചിട്ടാണ് ബലം ഉണ്ടാകുന്നത്. ആ ബലമാണ് ഇതെല്ലാത്തിനും ഫോഴ്സ് ചലിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത്, ഞാൻ എന്നുള്ള ഒരു വലിയ കൂട് എന്റെ അവയവങ്ങൾ എന്നുള്ള കുഞ്ഞു കുഞ്ഞു കൂടുകളെ പേറുന്നു. എന്റെ അവയവങ്ങൾ എന്നുള്ള കുഞ്ഞു കൂട് അതിനകത്തുള്ള ടിഷ്യൂസിനെ പേറുന്നു. അപ്പൊ ഇങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനൊരു കൂടല്ലേ, ഞാനിപ്പോ വേറൊരു കൂടിന്റെ ഭാഗമാണ്. അതെന്റെ ട്രാൻസിസ്റ്റാണ്, സ്പീഷീസ് എന്ന് പറയുന്നത്, ജീവിവർഗം എന്നുള്ളത്, മനുഷ്യരാശിയിലാണ് ഞാൻ ഭാഗമാകുന്നത്. അതിന് മുമ്പ് നമുക്ക് വേണം ക്ലാസ്സസ് ആവാം. ഞാൻ എൻ്റെ ഫാമിലി എന്നുള്ള ക്ലാസ് ആവാം, എൻ്റെ ഒരു ഏരിയയുള്ള
ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആവാം. അതൊക്കെ സംഭവിക്കാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്പീഷീസ്, ഫാമിലി, ഡൊമൈൻ എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു കൂടിന്റെ ഭാഗമാണ് ഞാൻ. അടുത്തത് ലിവിങ് കൈൻഡ് എന്ന് പറയുന്നത്. ഈ മനുഷ്യരാശി എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? ജീവരാശിയുടെ ഭാഗമാണ്, സൊസൈറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, ഇതിലും വലിയൊരു കൂടിന്റെ ഭാഗമാണ്. എന്താ ആ കൂടിന്റെ പേര്? ഗയ്യ. ഗയ്യ എന്ന് വെച്ചാൽ ഭൂമി. അതായത് ജീവനുള്ള ഭൂമിയാണ് നമ്മൾ ഗയ്യ എന്ന് പറയാ. ഓക്കെ, അത് സോളാർ സിസ്റ്റം എന്നുള്ള വലിയൊരു സിസ്റ്റത്തിന്റെ ഒരു വലിയ കൂടിന്റെ ഭാഗമാണ്. അത് മിൽക്കി വേ എന്നുള്ളൊരു അതിലും വലിയൊരു കൂടിന്റെ ഭാഗമാണ്. അങ്ങനെ ഏറ്റവും പരമമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ കൂടാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ യൂണിവേഴ്സൽ സിസ്റ്റം ഓർഗനൈസേഷൻ ഈ ചിത്രം ഒന്ന് നോക്കാം. കാണുന്നുണ്ടോ അവിടെ? ഞാൻ ആദ്യം പറഞ്ഞ ഈ ക്വാക്കുകൾ എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, പ്രൈം എലമെന്റുകൾ, ദ്രവ്യത്തെ മുഴുവൻ ഉണ്ടാക്കുന്ന അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. ഏറ്റവും മുകളിൽ ഈ ഭാഗത്ത് കാണുന്നത്. ഓക്കെ, പ്രൈം എലമെന്ററി ലെവൽസ്. അത് കഴിഞ്ഞാൽ അത്തരം സാധനങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നത്, കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നത്. അങ്ങനെ സബ്സ്റ്റൻസ് എന്നുള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞിട്ട് ചില പ്രത്യേക അവസരങ്ങളിൽ അതിന് കൈവരുന്ന സെൽഫ് ഓർഗനൈസേഷന്റെ കേപ്പബിലിറ്റി, സ്വയം സംഘാടന സ്വഭാവം വരുമ്പോൾ അവയ്ക്ക് ഓർഗാനിക് ബ്രാഞ്ച് നമ്മൾ പറയും. ബയോ ലെവലിലേക്ക് വരും, സെല്ലുലാർ ലെവലിലേക്ക് വരും, ടിഷ്യൂ ലെവലിലേക്ക് വരും, ഓർഗൻ ലെവലിലേക്ക് വരും, ഓർഗാനിക് ലെവലിലേക്ക് വരും. അങ്ങനെ വന്ന് എർത്തിന്റെ ലെവല്, പ്ലാനറ്ററി ലെവൽ, യൂണിവേഴ്സൽ ലെവൽ വരെ നമ്മൾ എത്തുന്നു. ഇതില് ഈ ഓർഗാനിക് ലെവൽ എന്ന് പറയുന്നില്ലേ, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു കയറ് കെട്ടിയിട്ട് അതിനകത്തേക്ക് മാലയിലെ മുത്തുകൾ പോലെ കുറെ മുത്തുകൾ കുരുക്കിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇതിന്റെ ഘടന. ഒരു മാലയിൽ കുരുക്കിയിട്ടുള്ള ഒരു മുത്തിന് ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ കഴിയുമോ? നിന്നിടത്ത് കറങ്ങാൻ കഴിയും, അതിനപ്പുറത്തേക്കും പോകാൻ കഴിയില്ല. ഇത്രയേറെ സ്വാതന്ത്ര്യമില്ലാത്ത പരിമിതമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നാം ഈ പ്രപഞ്ചത്തിന് അധീശനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയോ പറയുകയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ചിത്രത്തെ ആധാരമാക്കി വേറെ 2-3 കാര്യങ്ങളൂടെ പറയാൻ പറ്റും. ഇപ്പൊ ശരീരത്തിന്റെ കാര്യം പറഞ്ഞു, അതും മറ്റേ മിനു ഉള്ളത് കൊണ്ട് ഞാൻ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ പറയേണ്ടതല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിന് ചേർത്ത് പറയാണ്. ഈ ഓർഗൻ എന്ന് പറയുന്ന ഓർഗാനിക് ലെവലില്, ഞാൻ ഒരു ജീവിയാണല്ലോ, ഓർഗാനിക് ലെവല്, ഈ ഓർഗാനിക് ലെവലില് ഉള്ള ആ ഒരു വ്യവസ്ഥയ്ക്ക് പ്രധാനമായും 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന് ഭൗതിക രൂപമുണ്ടാവും, പിന്നെ അതിന്റെ സ്വഭാവവിശേഷങ്ങളുടെ രൂപമുണ്ടാവും, അതിന്റെ ധർമ്മങ്ങളുടെ രൂപമുണ്ടാവും, പിന്നെ അപ്പുറത്ത് ജ്ഞാനരൂപവും ബലരൂപവും ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്റെ ശരീരത്തിന്റെ ഭൗതിക രൂപം എന്ന് പറയുന്നതാണ് എന്റെ ശരീരം എന്ന് പറയുന്നത്. എന്റെ ഭൗതിക രൂപം എന്ന് പറയുന്നത് എന്റെ ശരീരം എന്ന് പറയുന്നത്. എന്റെ പ്രതിഭാസ രൂപമാണ് എന്റെ ജീവൻ എന്ന് പറയുന്നത്. എന്റെ ധർമ്മരൂപമാണ് മനസ്സെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ യൂണിവേഴ്സ് എന്നുള്ള അവസ്ഥയത്തില്ലേ, യൂണിവേഴ്സ് എന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ അതിന്റെ ഭൗതിക ശരീരത്തെ, ഭൗതിക രൂപത്തെ ദൃശ്യപ്രപഞ്ചം എന്ന് നമ്മൾ പറയും, ദൃശ്യപ്രകൃതി എന്ന് പറയും. പ്രകൃതി, അതിനൊരു ജീവൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ സ്വഭാവവിശേഷങ്ങളുടെ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ, ആ ജീവനെ നമ്മൾ വിളിക്കും ഈശ്വരൻ. അപ്പോഴോ അതിനൊരു മനസ്സുണ്ടാവില്ലേ, ആ മനസ്സിനെ നമ്മൾ നിയതി അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറയും. ഇത് ഈ വലിയ അളവിൽ, ഈ വലിയ സൈസിൽ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ, മനുഷ്യ സംസ്കാരങ്ങളുടെ പരിമിതി കൊണ്ടാണ് ഇവയെ മതങ്ങൾ ബിംബരൂപത്തിലോ ഒക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ജനത്തെ ഒരു പ്രത്യേക ഭാഗത്ത് തളച്ചിടാൻ വേണ്ടിയിട്ട് ഈ മതാചാര്യന്മാർക്ക് എല്ലാവർക്കും തന്നെ, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ, സെമിറ്റിക് മതങ്ങളുടെ കാര്യത്തിൽ, ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിൽ ജീസസ് ക്രൈസ്റ്റിന് ഈ കാര്യം വ്യക്തമാണ്. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഭ അത് പഠിപ്പിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് ഋഗ്വേദം ഒക്കെ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടുത്തെ പൂജാരികളത് സമ്മതിക്കില്ല.
ഇസ്ലാമിക സൂഫിസം നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ അവിടെ ഇത് തന്നെയാണ് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് അറിയില്ല. അപ്പോ ഇവിടെയുള്ള സംസ്കാരങ്ങൾ, ഇവിടെയുള്ള പാരമ്പര്യേതര സംസ്കാരങ്ങളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തെ തന്നെയാണ് പറയുന്നത്. ഇത് ഓരോരുത്തർക്കും മനസ്സിലാകാനുള്ള, വ്യാഖ്യാനിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതൊരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിനിമം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന മതത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള, നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ശരിയിലേക്ക് ഉറച്ചു നിൽക്കുക. അതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതങ്ങ് ഉറച്ചങ്ങനെ വിശ്വസിക്കുക. ഓക്കെ. ഞാൻ ആ ഈശ്വരൻ, നമ്മളതിനെ ഈശ്വരൻ എന്നല്ല പറയുക, ഈശ്വരീയം എന്നാണ് പറയുക. കാരണം ഇതൊരു ഒരു വ്യക്തിയല്ല, അതൊരു സ്റ്റേറ്റ് ആണ്. ഓക്കെ. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ദ ടേസ്റ്റ് ഓഫ് പീയിങ്, മൂത്രമൊഴിക്കാൻ നമുക്ക് തോന്നുന്നു. അത് തോന്നുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. അത് അനുഭൂതികളാണ്. അനുഭൂതികളിലൂടെ മാത്രമാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ചിത്രം പോകുന്നതിന് മുമ്പ് പറയേണ്ടതാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനിത് പറയാനെടുക്കുന്നത്. ഇപ്പോ ഇതിന് ഓർഗാനിക് ലെവൽ എന്ന് പറഞ്ഞു. ഓർഗാനിക് ലെവലിലാണ് ഞാനുള്ളത്. എൻ്റെ ഉള്ളിലുള്ളതാണ് അവയവങ്ങൾ. അതിനകത്താണ് കലകൾ, അതിനകത്താണ് കോശങ്ങൾ. കോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക പദാർത്ഥങ്ങൾ. കോശങ്ങൾ തകരുന്നു, പുതിയ മെറ്റാബോളിക് പ്രോസസ്സ് നടക്കാൻ വേണ്ടി പുതിയ കോശങ്ങൾ ആവശ്യമുണ്ട്, അല്ലെ പുതിയ മെറ്റീരിയൽ ആവശ്യമുണ്ട്. ഈ മെറ്റീരിയലുകളെ കോശം അതിന്റെ ചുറ്റുപാടും നിന്നാണ് കളക്ട് ചെയ്യുക. ആ കളക്ഷൻ അവർ കൊടുക്കാൻ ഉള്ള നിവൃത്തി ഇല്ലാതാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, കോശങ്ങൾ കലകളോട് ചോദിക്കും, എനിക്ക് വേണം എന്ന് പറയും. കലകളപ്പോ അവിടെ സ്റ്റോക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ അടുത്ത ലെവലിലോട്, മേജർ സിസ്റ്റത്തോട് പറയും. അതിന്റെ വലിയ കൂടുണ്ടല്ലോ, വലിയ കൂടിനോട് പറയും, എനിക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ വേണം എന്ന് പറയും. അവയവത്തോട് പറയും. അവയവം നമ്മളോട് പറയും, എനിക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ വേണമെന്ന്. അത് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? വിശപ്പായിട്ട് മനസ്സിലാക്കും, അല്ലെ? വിശപ്പായിട്ട് മനസ്സിലാക്കും. വിശന്നാ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുമോ? സാധനം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്നൊക്കെ ചിലപ്പോൾ വെച്ചേക്കാം. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പരിപാടിയില്ലല്ലോ. വിശന്നാൽ ഇന്നർ സിസ്റ്റം നിങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം അതിന് കൊടുത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഔട്ടർ സിസ്റ്റത്തോട് എനിക്ക് ഭക്ഷണം വേണം എന്ന് ഡിമാൻഡ് ചെയ്താൽ ഔട്ടർ സിസ്റ്റത്തിന് അത് തരാതിരിക്കാൻ കഴിയുമോ? അത് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. അതെങ്ങനെ ചോദിക്കണം എന്ന് സാധാരണ മനുഷ്യൻ അറിയാത്തത് കൊണ്ടും അവന്റെ തലയിൽ യുക്തികൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മതങ്ങൾ പ്രാർത്ഥനകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ആരാധനകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒന്ന് മാറും, ചുറ്റൊന്ന് മാറും. മനസ്സ് വന്ന് പ്രാർത്ഥിച്ചാൽ നടക്കില്ലേ? അതേപോലെ തന്നെ സംഭവിക്കില്ലേ? അത് ചോദിക്കാൻ നമുക്കറിയണം. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ ഇത്തരത്തിൽ വരുന്ന ഈ കമ്മ്യൂണിക്കേഷൻസ്, ഈ വെളിയിലുള്ള സിസ്റ്റവും അകം സിസ്റ്റവും തമ്മിലുള്ള, വെളിയിലുള്ള കൂടും അകം കൂടുകളും തമ്മിലുള്ള ഇത്തരം വിനിമയങ്ങളെല്ലാം വികാരങ്ങളുടെ രൂപത്തിലാണ് പോകുന്നത്. പ്രാർത്ഥനയെക്കാളും കൂടുതൽ അത് വൈകാരികമായി പ്രകൃതിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ, ഈശ്വരീയത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ, നമ്മുടെ ഇച്ഛ എന്താണോ ആ ഇച്ഛയ്ക്കനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുക. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ വളരെ തെറ്റായിട്ട് ധരിക്കുകയും വളരെ നികൃഷ്ടമായിട്ട് കരുതുകയും നമ്മൾ തീരെ ബഹുമാനമില്ലാതെ, തീരെ പ്രാധാന്യമില്ലാതെ സങ്കല്പിക്കുകയും ചെയ്യുന്നത്. മതങ്ങൾക്കോ ഇവിടെയുള്ള ജീവശാസ്ത്രങ്ങൾക്കോ ജീവനെയോ മതത്തെയോ ഈശ്വരനെയോ അല്ലെങ്കിൽ ഈശ്വരീയത്തെയോ സൈദ്ധാന്തികമായിട്ട് പറയാനോ തൊട്ട് കാണിച്ചു തരാനോ പറ്റാത്തപ്പോൾ നമുക്ക് അത് സാധിക്കുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഇത്രയും കാലത്തെ ഈ 10 ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ മാനുഷിക തിഷണയുടെ ഔട്ട്പുട്ടാണ് ഇന്ന് ക്യാപ്സൂൾ പരുവത്തിലാക്കി എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ ഇതൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ നമുക്കിത് തെളിഞ്ഞു വരുന്നു, തുറന്നു വരുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാനുള്ള പക്വത, ഭാഷ, സങ്കേതങ്ങൾ എല്ലാം നമ്മുടെ മുന്നിൽ നിരന്നു നിൽക്കുന്നു. അവ നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയും പൂർണ്ണമായിട്ടും എടുക്കുകയും മനസ്സിലാക്കുകയും അത്
ഇനിയുള്ള നിങ്ങളുടെ അടുത്തുള്ള സ്റ്റെപ്പുകളിലെല്ലാം തന്നെ പ്രപഞ്ചത്തെ വീക്ഷിക്കുമ്പോൾ ഈ ഒരു അർത്ഥത്തിൽ, ഈ ഒരു പുതിയ വീക്ഷണകോണിൽ വീക്ഷിക്കുമ്പോഴാണെന്നാണ് എനിക്കുള്ള അഭ്യർത്ഥന. ഓക്കെ, അടുത്തൊരു പാറ്റേൺ ആണ് ഡെവലപ്മെന്റ് പാറ്റേൺ. അത് വളർച്ചയുടെ ഒരു പാറ്റേൺ ആണ്. എല്ലാ വ്യവസ്ഥകളും ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഡെവലപ്പ് ചെയ്യും. എല്ലാ വ്യവസ്ഥകളും സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ സമയത്തിനനുസരിച്ച് അതിനനുസരിച്ച് പരിപക്വപ്പെടും. അങ്ങനൊരു സ്വഭാവം വ്യവസ്ഥകൾക്കുണ്ട്. ഇപ്പോൾ വ്യക്തികൾ, ഇപ്പൊ നമ്മളിപ്പോ ചെറിയ കോശങ്ങളുടെ കാര്യത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് പറയാം. വ്യക്തികളുടെ രൂപത്തിലെടുത്താലോ, പുതിയത് പഠിക്കും, നമ്മൾ ജീവിതത്തിൽ നിന്നും പഠിക്കുന്നു, എന്നിട്ട് അത് പ്രയോഗിക്കുന്നു, പിന്നെ പുതിയ പാഠങ്ങൾ അതിൽ നിന്നും. അപ്പൊ നമ്മൾ എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്പീഷീസ് ഒക്കെ എന്ത് ചെയ്യും? ജീവിവർഗങ്ങൾ എന്ത് ചെയ്യും? പുതിയ സാഹചര്യത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും, ഇവോൾവ് ചെയ്യും, അല്ലെ, പരിണമിക്കും. അതേസമയം ഓർഗാനിസംസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഒരു ഓർഗാനിസമാണ്, മാവ് ഒരു ഓർഗാനിസമാണ്. അതെന്ത് ചെയ്യും? കോ ഇവോൾവ് ചെയ്യും, ഒരുമിച്ച് ഇവോൾവ് ചെയ്യും, മറ്റൊന്നിലേക്ക് ഒരുമിച്ച് ഇവോൾവ് ചെയ്യും. അങ്ങനെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു പാറ്റേൺ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാ വ്യവസ്ഥകളും ഇതേപോലെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, മറ്റൊന്നാണ് റെസിലിയൻസ് പാറ്റേൺസ് പറയുന്നത്. റെസിലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലാസ്തികാവസ്ഥ. നമ്മളെ എപ്പോ സൈക്കിൾസ് പോലെ തന്നെയാണ്, സൈക്കിളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ഇപ്പോ എന്തെങ്കിലും കാരണവശാൽ, എന്തെങ്കിലും ഒരു സാധ്യത കൊണ്ടോ സാഹചര്യം കൊണ്ടോ നമ്മൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ശരീരമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യവസ്ഥയോ പരിവർത്തിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. അത് എപ്പോഴെങ്കിലും അതിനെ വെറുതെ വിട്ടാൽ, അതിനെ സ്വാധീനിക്കാതെ വെറുതെ വിട്ടാൽ അത് പഴയപടിയാവും. ഈ തെർമോഡൈനാമിക്സിലെ 3ാമത്തെ നിയമം അനുസരിച്ചിട്ട് രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറുകളിൽ എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് സിസ്റ്റംസ്, അവയെ ഫ്രീ ആക്കി ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ല അങ്ങനെ രണ്ട് പ്രത്യേക അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും മാറി വേറൊന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് തിരിച്ചു വരാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. ഇതിനെ എക്സർജി എന്നാണ് പറയുക, എക്സർജി. അപ്പോൾ എക്സർജി നിലവിലുള്ള ഒരു വസ്തുവിന് നമ്മൾ അതിനെ ശാന്തമായിട്ടുള്ള ഒരു ചെറിയ ഒരു സെറ്റപ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും അതിന്റെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓടിയ വണ്ടികൾ നമ്മൾ തണുപ്പിക്കുന്നത്. കുറെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി നമ്മൾ തണുപ്പിക്കും. നമ്മൾ പകൽ മുഴുവൻ നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം കിടന്നുറങ്ങും. നമ്മൾ കുറെ നാള് കണ്ടിന്യൂസ് അധ്വാനമാണെങ്കിൽ നമ്മൾ ഒരു വിശ്രമകാലം നമ്മൾ അതിൽ വെക്കും, റീപോസ് ചെയ്യും. വണ്ടികൾ റീപെയർ ചെയ്യും. റീപെയർ വീണ്ടും ഇണക്കുക എന്നുള്ള റീപെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ റീപോസ് ചെയ്യുക എന്ന് പറയും, വിശ്രാന്തിയിലേക്ക് എത്തുക, റീപോസ്. അപ്പോൾ നമ്മൾ ഇനാക്ട് ചെയ്യുന്ന സമയത്ത്, ആക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ റീപോസ് ചെയ്യും. അപ്പോൾ ഈ വ്യവസ്ഥകളെല്ലാം തന്നെ എപ്പോഴെങ്കിലും ഈ ഏത് വ്യവസ്ഥയും ഇപ്പോൾ ഡെവലപ്മെന്റ് പാറ്റേണിലൂടെയും മറ്റു പല പാറ്റേണുകളിലൂടെയും പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും അതിന് വിശ്രമത്തിന്റെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്. ഞാൻ ഇത്രയൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ എന്റെ ചോദ്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ആണ് എന്റെ ചോദ്യം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടങ്ങ് പോവാം. ഞാൻ മുമ്പേ പറഞ്ഞു, ഈ ജീവനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ആ ജീവന്റെ കാര്യത്തില് മറ്റേ ഒരു സൂഫി ചൊല്ലുണ്ടല്ലോ, ദൈവം കല്ലിൽ ഉറങ്ങുകയും ചെടികളിൽ ഉണരുകയും മൃഗങ്ങളിൽ അല്ല ജന്തുക്കളിൽ ചലിച്ചു തുടങ്ങുകയും ജന്തുക്കളിൽ ചിന്തിച്ച് തുടങ്ങുകയും മനുഷ്യരിൽ ഭാവന ചെയ്യുകയും അല്ലെ മനുഷ്യരിൽ ഭാവന ചെയ്യുകയും പ്രകൃതിയിൽ നിർണയം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരവസ്ഥ, ജീവൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ജീവനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്, ഈശ്വരീയം എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ഒരവസ്ഥകൾ, ഈ ഉറങ്ങുക ഉണരുക എന്നൊക്കെ പറയുന്നത്, ഇതിനെ നമ്മൾ ഞാൻ പറഞ്ഞ പരിസ്ഥിതിയുടെ 5ാമത്തെ അവസ്ഥ പ്രഭാവ പരിസ്ഥിതി എന്ന് പറഞ്ഞല്ലോ. ഈ പ്രഭാവ പരിസ്ഥിതിയുടെ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രഭാവങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിഭാസങ്ങൾക്ക് 5 സ്വഭാവമാണുള്ളത്. ഒന്ന് സ്ഥിര സ്വഭാവം, സ്റ്റാറ്റിക് ആയിട്ടുള്ള അവസ്ഥ. 2 ചലസ്ഥിത സ്വഭാവം, സ്റ്റാസിസ് സ്റ്റേറ്റ്. 3ാമത്തത് ചലിക്കുന്ന സ്വഭാവം, ഡൈനാമിക്.
നാലാമത്തത് ഓർഗാനിക് സ്റ്റേറ്റ്, 5 സൂപ്പർ ഓർഗാനിക് അല്ലെങ്കിൽ കോസ്മിക് എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഓരോന്നൊന്ന് പറയാം. സ്റ്റാറ്റിക്, കല്ലിന് സ്റ്റാറ്റിക് സ്വഭാവമാണ്. കല്ലിനെ ഒരു ടംബ്ലറിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടംബ്ലറിന്റെ ഷേപ്പിനനുസരിച്ച് കല്ല് രൂപപ്പെടുമോ? ടംബ്ലർ പൊട്ടിയാലും കുഴപ്പമില്ല, കല്ല് ഷേപ്പ് മാറില്ല, അങ്ങനെ കിടക്കും അല്ലെ. അതേസമയം അത് സ്റ്റാറ്റിക് സ്റ്റേറ്റ് ആണ്. ഈ ടംബ്ലറിനകത്തേക്ക് നമ്മൾ അല്പം വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ടംബ്ലറിന്റെ ഷേപ്പിനനുസരിച്ച് വെള്ളം രൂപപ്പെടും അല്ലെ, ഷേപ്പിനനുസരിച്ച് രൂപപ്പെടും. അതിന് സ്റ്റാസിസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പുകയാണ് കൊടുക്കുന്നതെങ്കിലോ അത് നമ്മൾ കയറ്റുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് പോകും, പിന്നെ അത് തോന്നുന്ന വഴിക്ക് പോകും അല്ലെ. ഡൈനാമിക്കാണ്, ചലനാത്മക സ്വഭാവമുണ്ട്. അതെങ്ങോട്ടാ പോകണമെന്ന് അതിനറിയില്ല. അതേസമയം നമ്മൾ അതിനകത്തേക്ക് ഒരു പാറ്റയാണ് ഇടുന്നെങ്കിലോ ചെന്ന് വീണ ഉടനെ തന്നെ അതിന് പറ്റുന്ന പോലെ എടുത്ത് ചേർന്നിരിക്കും. എന്നിട്ട് ഇവിടെ ഇരിക്കണോ വേണ്ടോ എന്ന് ആലോചിക്കും. എന്നിട്ട് അതിന് എങ്ങോട്ട് പോകണമെന്ന് അതിന് തോന്നുന്നു അവിടേക്ക് പോകും. സ്വയം നിയന്ത്രിക്കുന്ന സ്വഭാവം, ഓർഗാനിക് സ്റ്റേറ്റ്. പിന്നെ അതിനകത്ത് ഇടാൻ പറ്റാത്തതാണല്ലോ ഈശ്വരന്. ഓക്കെ, അവിടേക്ക് നമുക്ക് വേറെ ഒന്നും പറയാൻ കഴിയില്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ 5ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് സൂപ്പർ ഓർഗാനിക്. സൂപ്പർ ഓർഗാനിക് സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വയം നിയന്ത്രിക്കും, മറ്റുള്ളവരെയും നിയന്ത്രിക്കും. സ്വയം നിയന്ത്രിക്കും, അത് മറ്റുള്ളവരെയും കൂടെ നിയന്ത്രിക്കും. അപ്പോൾ ലെവൽസ് ഓഫ് ഫിനോമിനയിൽ സ്റ്റാറ്റിക്, സ്റ്റാസിസ്, ഡൈനാമിക്, ഓർഗാനിക് ആൻഡ് കോസ്മിക് അല്ലെങ്കിൽ സൂപ്പർ ഓർഗാനിക് എന്ന് പറയുന്ന 5 സ്റ്റേറ്റുകളുണ്ട്. ഈ ചിത്രം ഒന്ന് നോക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമാവും. ഇതിലെ ആ ഭാഗത്ത് ഇവിടെ സ്റ്റാറ്റിക്, സ്റ്റാസിസ്, ഡൈനാമിക്, ഓർഗാനിക്, കോസ്മിക് എന്ന് പറയുന്നത് ഇതിൽ ഫിനോമിനൽ പ്രോപ്പർട്ടീസ് ആണ്. ദ്രവ്യത്തിന്റെ ഫിനോമിനൽ പ്രോപ്പർട്ടീസ് ആണ്. ഇത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. സോളിഡിന്റെ സ്വഭാവമാണ് സ്റ്റാറ്റിക് ആവുക എന്നുള്ളത്, ലിക്വിഡിന്റെ സ്വഭാവമാണ് സ്റ്റാസിസ് ആവുക എന്നുള്ളത്, ഗ്യാസിന്റെ സ്വഭാവമാണ് ഡൈനാമിക് ആവുക എന്നുള്ളത്, പ്ലാസ്മയുടെ സ്വഭാവമാണ് ഓർഗാനിക് ആവുക എന്നുള്ളത്, കണ്ടൻസേറ്റുകളുടെ സ്വഭാവമാണ് കോസ്മിക് ആവുക എന്നുള്ളത്. ഇവയ്ക്ക് അതേപോലെ തന്നെ അതിന് ഫങ്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്, ധർമ്മങ്ങളുണ്ട്. ധർമ്മങ്ങൾ വരുന്നത് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ സോളിഡ് ആണെങ്കിൽ അത് മ്യൂട്ട് ആയിരിക്കും, നിശ്ചലമായിരിക്കും. അതേസമയം ലിക്വിഡ് ആണെങ്കിൽ കോറിലേറ്റ് ചെയ്തിരിക്കും, ടംബ്ലറുമായിട്ട് കോറിലേറ്റ് ചെയ്യും. ഗ്യാസ് ആണെങ്കിൽ കോഓപ്പറേറ്റ് ചെയ്യും, അത് എവിടെയാണോ അതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് കോഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന സ്വഭാവം. പ്ലാസ്മിക് ആണെങ്കിൽ അത് ഇന്ററാക്ട് ചെയ്യും, മറ്റേ കണ്ടൻസേറ്റിന്റെ സ്റ്റേറ്റ് ആണെങ്കിൽ എമിറ്റ് ചെയ്യും. ഇതിനൊക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള ബോധതലങ്ങളുണ്ട് കേട്ടോ. അത് സ്റ്റാറ്റിക് ഇൻഡ്യൂഷൻ, സ്റ്റാസിസ് ഇൻഡ്യൂഷൻ, കോംപ്രിഹെൻഷൻ, ഇമാജിനേഷൻ, ഇൻഡക്ഷൻ എന്ന് പറയുന്നതാണ്. അവബോധം, തഴക്കം, പിന്നെ ധാരണ, സങ്കല്പം, പ്രേരണ എന്ന് പറയുന്നത്. ഇവയ്ക്കൊക്കെ തന്നെ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ബലങ്ങളുണ്ട്. ഗ്ലൂവോൺ, സ്റ്റാസിസ് ഗ്ലൂവോൺ അല്ലെങ്കിൽ ഗ്രോവോൺ എന്ന് പറയാം, ഗ്രാവിറ്റോൺ, ഫോട്ടോൺ ആൻഡ് വെക്ടർ ബോസോൺ. ഈ വെക്ടർ ബോസോൺ എന്ന് പറയുന്ന ബലഗണങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് വിശപ്പും അനുരാഗവും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ധനം വേണം എന്നുള്ളവന് ധനം സമ്പാദിക്കാൻ കഴിയുന്നതും അതിന്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ ഇതൊരു ചെറിയൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ തന്നു മാത്രം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞു വന്നത് വ്യവസ്ഥകൾ എന്താണ്, വ്യവസ്ഥയുടെ സ്വഭാവവിശേഷങ്ങൾ എന്താണ്, ജീവൻ എന്താണെന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഭൂമിയെ നമ്മളൊരു വ്യവസ്ഥയായി കണക്കാക്കിയാൽ ഭൂമി സെൽഫ് ഓർഗനൈസ്ഡ് അല്ലേ? സെൽഫ് ഓർഗനൈസ്ഡ് ആണല്ലോ. ഇപ്പൊ നമ്മൾ മുറ്റം അടിച്ചിട്ടു, മുറ്റത്തൊക്കെ ചെത്തിക്കോരിയിട്ടു, എല്ലാം കഴിഞ്ഞു. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അവിടെ ഒന്നും ചെയ്തില്ല, എന്താ ഉണ്ടാവുക? വീണ്ടും ചെടിയൊക്കെ വരും, അവിടെ മുഴുവൻ പച്ച കൊണ്ടങ്ങ് മൂടും അല്ലെ? തനിയെ സംഭവിക്കും. സമയത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ചും അത് രൂപപ്പെടും ഭൂമി. അഡാപ്റ്റ് ഓവർ ടൈം, പുതിയ കാലത്തിനനുസരിച്ച് അത് ഷേപ്പിൽ മാറ്റങ്ങൾ വരും. അത് അകം വ്യവസ്ഥകളും പുറം വ്യവസ്ഥകളും ഉണ്ട് അതിനകത്ത്. ഭൂമിക്ക് അകത്ത് ജീവിക്കുന്ന ഒരുപാട് കൂടുകളുണ്ട്, ഭൂമിക്ക് പുറത്തുള്ള ഒരുപാട് കൂടുകളുണ്ട് അല്ലെ? പിന്നെ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സൂപ്പർ ഓർഗാനിക് എൻറ്റിറ്റിയാണ് എർത്ത് എന്ന് പറയുന്നത്. സൂപ്പർ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു കോസ്മിക് എൻറ്റിറ്റി. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ജീവനുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഭൂമിക്ക് ജീവനുണ്ടെന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് അതിന്റെ ധർമ്മകാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവിടെ മനസ്സുമുണ്ട്. ഭൂമിക്ക് ജീവനുണ്ടെങ്കിൽ ഉറപ്പാണ് അതിന് മനസ്സുമുണ്ട്. ഭൂമി ഒരു സൂപ്പർ ഓർഗാനിക് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ജീവനുണ്ട്. ഇത് തന്റെ അകം വ്യവസ്ഥകളുമായിട്ടും പുറം വ്യവസ്ഥകളുമായിട്ടും നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യത്തെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ
ഓർമ്മയായി നിലനിൽക്കാൻ പാകത്തിൽ ഒരു ചെറിയ ബിംബം കൂടെ തരാം. ഞാൻ മുമ്പേ വരച്ചു തന്ന ചിത്രമുണ്ട്. ആദിമൂല വസ്തുക്കൾ മുതൽ പ്രപഞ്ചം വരെയുള്ള ഒരു ധാര, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ധാര. ഞാനിവിടെയുണ്ട്, എന്നെപ്പോലുള്ള മനുഷ്യന്മാർ എന്റെ തൊട്ടപ്പുറത്തുണ്ട്, കോ സിസ്റ്റംസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ധാര. ഇവയെല്ലാം സൈക്കിൾസ് ആയിട്ട്. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, ഞാനെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കാലാകാലങ്ങളായിട്ട് ചാക്രിക ക്രമത്തിൽ ബാക്കിൽ നിന്നും അപ്പനപ്പൂപ്പന്മാരിൽ നിന്നും ഇങ്ങനെ തുടങ്ങി എന്നിലെത്തി എൻ്റെ മക്കളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. ഈ ചാക്രിക ക്രമത്തിൽ ഇതിങ്ങനെ വട്ടത്തിൽ ചുറ്റി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു വര, വട്ടം. ഇതാണ് ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ എന്നുള്ള സ്ഥാപനത്തിന്റെ ലോഗോ. സിസ്റ്റം എന്ന് പറയുന്ന, വ്യവസ്ഥ എന്ന് പറയുന്ന ആ സംവിധാനത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചിത്രമാണിത്. അങ്ങനെ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും മുഴുവൻ സംവിധാനങ്ങളും വ്യവസ്ഥകളായിട്ടാണ് നിലകൊള്ളുന്നത്. ഇവയെല്ലാം പരസ്പര ബന്ധിതങ്ങളാണ്, എല്ലാം തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നിനെ തൊട്ടാലും മറ്റൊന്നിനെ ബാധിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യൻ അത് അറിയാതെ പോകുന്നത് എന്ന് വെച്ചാൽ, മനുഷ്യൻ അവന്റെ യുക്തിയുടെ ഒരു ലോകം ഉണ്ടാക്കി വെച്ചിട്ട് അവന് അടിസ്ഥാനപരമായി അറിയേണ്ടുന്ന പല വികാരങ്ങളെയും പലതും അറിയാതെ പോകുന്നു. അങ്ങനെ അവന് നഷ്ടപ്പെട്ടു പോയ ഒരു സെൻസാണ് നാം ഇതിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇക്കോ സ്പിരിച്വൽ പ്രാക്ടീസുകളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ നഷ്ടമാകുന്ന സംവിധാനങ്ങളെ നമുക്ക് വൈകാരികമായി എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അത് അത്തരം പരിപാടികളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. നാളെ രാവിലെയുള്ള സെഷനുകളിലൊക്കെ അത്തരം കാര്യങ്ങൾ പഠിക്കാം. ഇത്രയും കൊണ്ട് ഞാൻ ഇതിന്റെ അവതരണം നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് കിടക്കാം.